നമസ്കാരം മക്കളെ, നമ്മുടെ +1 പബ്ലിക് എക്സാം കഴിഞ്ഞ് പല കുട്ടികളും വളരെ വലിയ വിഷമത്തിലായിരുന്നു. മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വളരെ ടഫായതിന്റെ പേരിൽ. പക്ഷേ നമുക്ക് ഇതിനുള്ളിൽ നിന്നും ഈ ബുദ്ധിമുട്ടിനെ കവർ ചെയ്യാൻ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ക്ലാസ്സുകളിൽ പല കാര്യങ്ങളും പറയാറുണ്ട്. അതൊക്കെ നമുക്ക് മാർക്ക് കൂട്ടാനുള്ള കാര്യം. നമുക്ക് എപ്പോഴും പഠിച്ചെടുത്തുനിന്ന് കിട്ടുന്ന മാർക്കും പിന്നെ പല കാര്യങ്ങളും നമ്മുടെ ഉള്ളിലുള്ളത് മാർക്കാക്കി മാറ്റാനുള്ള ഒരു കഴിവിന്റെ അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കാനുള്ള ആ രീതി ഇല്ലാത്ത ഒത്തിരി കുട്ടികളുണ്ട്. നമ്മുടെ ട്യൂഷൻ ക്ലാസ്സിലാണെങ്കിൽ ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും. കാരണം നമുക്കറിയാം മാർക്ക് അവരെ എങ്ങനെയാണ് ഇടാൻ ടീച്ചേഴ്സിന്റെ മനസ്സ്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ നമ്മൾ ഈ കഴിഞ്ഞ 6-ാം തീയതി ആയിരുന്നു നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഈ സ്കീം വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. 16-ാം തീയതി നമ്മുടെ വാല്യുവേഷൻ ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. നിങ്ങളുടെ ഇത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും, എന്നാലും ഉടൻ തന്നെ റിസൾട്ട് വരും. ഇപ്പം നമ്മുടെ ഏകദേശം ഒരു 15 മാർക്കോളം നിങ്ങൾക്ക് കിട്ടാനുണ്ട്. എളുപ്പം, ഫ്രീ എന്ന് തന്നെ വേണം പറയാം. പക്ഷെ പല കുട്ടികൾക്ക് അത് കിട്ടിയോ എന്നുള്ളത് ഇത് കഴിയുമ്പോഴേ അറിയുള്ളൂ. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന പല കാര്യങ്ങളും മാർക്കാക്കി മാറ്റാൻ, കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ പേരിലാണ് ഞാൻ പറഞ്ഞ മാർക്ക് കുറയാനുള്ള സാധ്യത. അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പിന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ട്യൂഷനുണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല രീതിയിൽ കൂടെ +2 ഈ ക്വസ്റ്റ്യൻ ടഫ് ആയാലും നമുക്ക് മാർക്ക് നമുക്ക് ഒരു കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞു തരും. എങ്ങനെയാണെങ്കിലും നമുക്ക് മാർക്ക് കിട്ടാനുള്ള വഴിയുണ്ട്. കാരണം ക്വസ്റ്റ്യൻ ടഫ് ആകുമ്പോഴാണല്ലോ മാർക്ക് കിട്ടാത്തത്. പക്ഷെ ക്വസ്റ്റ്യൻ ടഫ് ആയാലും മാർക്ക് തരുന്ന രീതിയിൽ കൂടെ അവരെങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ക്വസ്റ്റ്യൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും. ജോയിൻ ചെയ്യാം, തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ ഞാൻ പറഞ്ഞു, +1 ഇപ്പോൾ പഠിക്കുന്നവർ +2 ജോയിൻ ചെയ്യുമ്പോൾ മാത്സ്, അതുപോലെ ഫിസിക്സോ കെമിസ്ട്രി ഒക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. മാത്സ് ആകുമ്പോൾ നമ്മുടെ അടിപൊളി ക്ലാസ് കിട്ടും. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറയും. എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ അതിനുള്ള ഫീസ് കൺസെഷൻ ഉണ്ടാവും. ഓക്കെ, പിന്നെ ട്രിക്സ് ടിപ്സ് എല്ലാം അതിനോടൊപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങളുടെ ഉദ്ദേശം ഇതൊന്നും അല്ലല്ലോ അല്ലേ? എന്നാലും ഞാൻ അതിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനുള്ള പ്രത്യേകിച്ച് ഒന്നും കുഴപ്പങ്ങളൊന്നുമില്ല. സെറ്റ്സിനുള്ളിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഒന്നും കിട്ടാനില്ല. നിങ്ങൾ എഴുതിയാൽ തന്നെ കിട്ടത്തുള്ളൂ. എഴുതാൻ പറ്റുന്നതേ ഉള്ളായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് അവിടെ ഒരു പല കുട്ടികൾക്ക് അത് കാണുമ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ അല്ല. പക്ഷെ അവിടെ കോസുകളുടെ പ്ലസ്സുകളാണ്. അപ്പൊ cos x + cos y അല്ലെങ്കിൽ cos c + cos d എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും നമ്മളത് കാണും. 2 കോസുകൾ പ്ലസ് വന്നാൽ മൈനസ് വന്നാൽ, നമ്മൾ അല്ലെങ്കിൽ സൈനുകൾ പ്ലസ് വന്നാൽ മൈനസ് വന്നാൽ ആ റിസൾട്ട് ഉപയോഗിക്കണം എന്ന് നമ്മൾ ക്ലാസ് ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. അത് കേട്ടവർക്ക് അത് ചെയ്തിട്ടുള്ള ഉറപ്പാണ്. അപ്പൊ അവിടെ നമുക്ക് ആ റിസൾട്ട് അത് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പോലും നമുക്ക് അവിടുന്ന് cos x + cos y എന്ന് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 1 മാർക്ക് കിട്ടും. പിന്നെ ഇവിടെ cos 120 എന്നൊക്കെ കയറി വരുന്നുണ്ട്. അതിന്റെ വാല്യൂവിനെ റിഡക്ഷൻ ഫോർമുല കണ്ടുപിടിച്ചാൽ 1 മാർക്ക്. അങ്ങനെ നമുക്ക് അതിന് 1/2 മാർക്ക്. അതുപോലെ cos 60യുടെ വാല്യൂ എഴുതി കഴിഞ്ഞാൽ 1/2 മാർക്ക്. ഇങ്ങനെ നമുക്ക് മാർക്ക് ഉണ്ട്. എളുപ്പം കിട്ടും. നമ്മളൊന്നും ചെയ്തില്ല ഫുൾ. പക്ഷേ ചില കാര്യങ്ങളെ എടുത്തു ചുമ്മാ എഴുതിയാൽ 1/2 മാർക്കും 1 മാർക്കും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവിടെയാണ് ആ ക്വസ്റ്റ്യനിലെ കാര്യം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പാർട്ട് നിങ്ങൾക്ക് x -6 എന്ന് കിട്ടും. അത് മിക്ക കുട്ടികളും ചെയ്തിട്ടുള്ള കാരണം ടെക്സ്റ്റ് ബുക്കിലെ പോലത്തെ ഒരു ക്വസ്റ്റൻ ആണ്. പക്ഷെ രണ്ടാമത്തെ പാർട്ട് പലർക്കും ഡൗട്ട് ഉണ്ടായിരുന്നു. ഞാനപ്പോൾ അന്നേ പറഞ്ഞു, രണ്ടാമത്തെ പാർട്ട് നിങ്ങളൊന്ന് അറ്റൻഡ് ചെയ്താൽ മതി. എന്തെങ്കിലും ഒരു ആൻസർ കിട്ടി, എന്തെങ്കിലും ഒന്ന് എഴുതി വെച്ചാൽ അതിന് നിങ്ങൾക്ക് 1 മാർക്ക് തരികയാണ് കേട്ടോ. പിന്നെ നാലാമത്തെ ക്വസ്റ്റനില് ബി പാർട്ടിനുള്ളില് ഇപ്പൊ അവിടെ 1, 2, 4C4 എന്നൊക്കെ ഫുള്ള് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവിടെ ചില 4C4 എന്നും 4C3 എന്നൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. 5C അതൊക്കെ കണ്ടുപിടിച്ചതിന് തന്നെ ഓരോ അര മാർക്ക് വീഴുക കേട്ടോ. അങ്ങനെയുണ്ട് കേട്ടോ. അപ്പൊ ആ ചുമ്മാ ഒന്ന് കണ്ടുപിടിച്ചാൽ തന്നെ 1/2 മാർക്ക് വീതം കിട്ടും. അപ്പൊ അങ്ങനെ 4C3 ഉണ്ട്, 4C4 ഉണ്ട്, 5C1 ഉണ്ട്. അതിനെല്ലാം 1/2 മാർക്ക് വീതം ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ അവിടെ ഒരു അങ്ങനെ ഉണ്ട്. പിന്നെ അഞ്ചാമത്തെ ക്വസ്റ്റ്യന് മിക്ക കുട്ടികൾക്കും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷെ അത് ഫൈൻഡ് എ പോയിന്റ് ഓൺ y ആക്സിസ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുലയാണ്. ആ ഡിസ്റ്റൻസ് ഫോർമുല എഴുതിയവർക്ക് 1 മാർക്കുണ്ട്. ഏതാ? √(x2 - x1) the whole square + y2 - y1 the whole square + z2 - z1 the whole square. അത് എഴുതിയവർക്ക് 1 മാർക്ക്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാണ്? ചിലണ്ടല്ലോ ആ ക്വസ്റ്റ്യനെ ഒന്നും തൊടത്തില്ല. എനിക്കിത് അറിയത്തില്ല. കാരണം ടെൻഷൻ അടിക്കും. നമ്മൾ ഈ ടെൻഷൻ അടിക്കുമ്പോഴാണ് നമ്മുടെ കാര്യങ്ങൾ നഷ്ടപ്പെടുന്നത്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ എങ്ങനെ അതിനെ ഓവർകം ചെയ്യും എന്നുള്ളതാണ്. പിന്നെ ആറാമത്തെ ക്വസ്റ്റ്യനില് ഇക്വേഷൻ x² + y² = r². x² + y² = 4² ഇക്വേഷൻ എഴുതിയവർക്കൊക്കെ 1/2 മാർക്ക് 1 മാർക്കും ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി x - h the whole square + y - k the whole square = r² എന്ന് എഴുതിയവർക്ക് 1/2 മാർക്കുണ്ട് കേട്ടോ. അപ്പൊ അല്ല 1 മാർക്കുണ്ട്. ആ ഇക്വേഷൻ ഒന്ന് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ചുമ്മാ ഒരു സർക്കിളൊക്കെ വരച്ച് ഫിഗറൊക്കെ വരച്ചാൽ 1 മാർക്ക് തരാൻ പറഞ്ഞേക്കുകയാണ്.
ഇനി 7ാമത്തെ ക്വസ്റ്റ്യനില് റിസൾട്ട് എഴുതിയവർക്കും ലിമിറ്റ് x → 0 sin x by x = 1 എന്ന് എഴുതിയാൽ ഒരു മാർക്കുണ്ട് കേട്ടോ. അപ്പൊ അതൊരു വലിയ കാര്യമാണ്. കാരണം അവിടെ എന്തായാലും എല്ലാവരും കണ്ടിട്ടുണ്ട്, ഒരു എക്സ് ഉണ്ട് സൈൻ എക്സ് ഉണ്ട്. നമ്മൾ കാണുന്നത് sin x by x എന്നാ, പക്ഷെ അവിടെ x by sin x എന്നാ. അപ്പൊ അവിടെ sin x by x എന്ന് എഴുതിയാൽ ഒരു മാർക്കുണ്ട്. ലിമിറ്റ് x → 0 sin x by x = 1. അപ്പൊ കാരണം ആ റിസൾട്ടുമായിട്ട് റിലേറ്റ് ചെയ്തില്ലേ, അങ്ങനെയാണ് ഈ മാർക്ക് കിട്ടുന്നത്. പലർക്കും ഇതൊക്കെ അറിയായിരുന്നു, പക്ഷെ അവിടെ എഴുതണമായിരുന്നോ എന്നുള്ളത് അറിയില്ലായിരുന്നു. അതിന്റെ പേര് പലർക്കും മാർക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഏത് ക്വസ്റ്റ്യൻ വന്നാലും അവിടുന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടണം, ഒട്ടും അറിയാൻ വയ്യെങ്കിലും ആ രീതിയിൽ കൂടെ വേണം പഠിക്കാൻ. ഓക്കെ, അപ്പൊ അങ്ങനെ വേണം ആ ക്വസ്റ്റ്യനെ നമ്മൾ കവർ ചെയ്യാൻ. പിന്നെ 8ാമത്തെ ക്വസ്റ്റ്യനില് അവിടെ ഒരു കെ കണ്ടുപിടിക്കാൻ, അത് അവിടെ 2 പാരലൈൻസിന്റെ ഡിസ്റ്റൻസ് ഫോർമുല അറിയാമല്ലോ, c1 - c2 √a² + b². അതിനൊരു അരമാർക്കുണ്ട് കേട്ടോ. പിന്നെ y - y1 = m × x - x1 ആ ഫോർമുല അവിടെ ഉപയോഗിക്കേണ്ടതാ. അവിടെ അതിന് നമുക്ക് ഒരു മാർക്കുണ്ട് കേട്ടോ. ആ ഫോർമുല, അപ്പോൾ ഫോർമുലാസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് മനസ്സിലായി. പക്ഷെ പലരുടെ ഫോർമുല തലയിൽ കിടപ്പുണ്ട്, എഴുതാത്തവർ ഒത്തിരി പേരുണ്ട്. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അറിയാൻ വയ്യെങ്കിൽ അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടാനുള്ള വഴി പഠിക്കണമെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞു. പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ആയിരുന്നു, ഒന്നുമേ പ്രശ്നമില്ല. അതിന്റെ 2ാമത്തെ പാർട്ടില് ചിലർക്ക് നോട്ട് എ ഫംഗ്ഷൻ ഒക്കെ എഴുതിയവർക്കൊക്കെ 2 മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. അത് ഇച്ചിരി ചെയ്യണം ഉണ്ട്. പിന്നെ നോട്ട് എ ഫംഗ്ഷൻ എഴുതിയാൽ പോലും ചിലപ്പോൾ അവർ ഒരു മാർക്ക് തരുന്നുണ്ട് കേട്ടോ. ഡൊമൈൻ നോട്ട് ഈക്വൽ ടു അതൊക്കെ ഓക്കെ, അത് പിന്നെ ചിലർക്ക് അറ്റൻഡ് ചെയ്ത് കാണത്തില്ല. 11ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ച് അത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടൊന്നും പ്രത്യേകിച്ചില്ല, കോംപ്ലക്സ് നമ്പർ ആയിരുന്നു. 12ാമത്തെ ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ട് ഞാൻ എപ്പോഴും പറയായിരുന്നു, അത് എന്തെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ആ ക്വസ്റ്റ്യന് എന്തെങ്കിലും ഒന്ന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫോർമുല എന്തെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ 2 മാർക്ക് കൊടുത്തേക്കാൻ പറയാം. അതിന്റെ ആൻസർ ഒന്നും കിട്ടിയില്ലെങ്കിലും പ്രോബ്ലം ഇല്ല, ബി പാർട്ടൊന്നും കുഴപ്പമില്ല. 13ാമത്തെ ക്വസ്റ്റ്യനില് മിഡ് പോയിന്റുമായിട്ട് ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, കുഴപ്പമില്ല. അത് മിഡ് പോയിന്റ് ഫോർമുല എഴുതിയാൽ അരമാർക്കുണ്ട്. അവിടെയും y - y1 = m × x - x എഴുതിയാൽ അരമാർക്കുണ്ട്. അതൊരു വളരെ പിന്നെ ഫേമസ് ക്വസ്റ്റ്യൻ, നമ്മളെപ്പോഴും എൻ്റെ ഒരു ഫേവറേറ്റ് ക്വസ്റ്റ്യൻ ആണത് കേട്ടോ. അത് ക്വസ്റ്റ്യൻ വരികയും ചെയ്തു. എപ്പോഴും ഞാൻ കുട്ടികളോട് പറയാം, അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പാണ്, അതില്ല ക്വസ്റ്റ്യൻ പേപ്പർ ഇറങ്ങില്ലെന്നാണ് പറയുന്നത്. സത്യമായിരുന്നു, അങ്ങനെ ക്വസ്റ്റ്യൻ ആയിരുന്നു അത് കേട്ടോ. പിന്നെ 14ാമത്തെ ക്വസ്റ്റ്യന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. അത് നമ്മുടെ എലിപ്സിന്റെ ഡയറക്റ്റ് ആയിരുന്നു, എല്ലാവർക്കും മാർക്ക് കിട്ടും. a² a b² അതെല്ലാം ഓക്കെ ആയിരുന്നു. പിന്നെ 15ാമത്തെ ക്വസ്റ്റ്യനിൽ മിക്കവാറും ആരും ടച്ച് ചെയ്ത് കാണത്തില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്, അതൊരു ബൈനോമിയൽ തിയറത്തിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ ആ ബൈനോമിയൽ തിയറം എഴുതിയാൽ തന്നെ 2 മാർക്ക്, 2 മാർക്കാ. a + b whole raised to n, a raised to n plus nc1 a raised to n - 1 into b plus nc2 into a raised to n - 2 into b² plus etc plus b raised to n ഉണ്ടല്ലോ, എഴുതിയാൽ നമുക്ക് 2 മാർക്ക് അവിടെയുണ്ട്. പിന്നെ 16ാമത്തെ ക്വസ്റ്റ്യന് പലരും കണ്ടപ്പോൾ ഒരു ബുദ്ധിമുട്ട്, പക്ഷെ അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് p of a കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ b കോംപ്ലിമെന്റ് 1 - p of a union b. അത് എഴുതിയാൽ 1 മാർക്ക് ആണെന്ന്, എന്തൊരു സൗകര്യ. അതിനൊക്കെ നമുക്ക് 1 മാർക്ക് ഇങ്ങ് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അതൊരു വലിയൊരു സംഭവമായിരുന്നു. പിന്നെ p of a union b യുടെ p of a plus p of b minus p of a intersection b എത്രയോ സമയം എഴുതിയതാ, അത് എഴുതിയാൽ 1 മാർക്കുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചതൊക്കെ ക്വസ്റ്റ്യൻ അതേപടി വന്നില്ലെങ്കിലും അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഫോർമുല എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ മാർക്ക് തരും. പിന്നെ 17ാമത്തെ ക്വസ്റ്റ്യന് പലർക്കും അവിടെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ആ ഫോർമുല എഴുതുന്നവർക്കൊക്കെ കേട്ടോ, സൈൻ ഫോർമുല സൈൻ ഓഫ് x - y അല്ലെങ്കിൽ സൈൻ ഓഫ് a - b ഒക്കെ കോസ് ഓഫ് a അവർക്കൊക്കെ മാർക്കുണ്ട് കേട്ടോ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഫോർമുല എഴുതുന്നവർക്കെല്ലാം മാർക്കുണ്ട്. പിന്നെ വേറെ മെത്തേഡും ഒക്കെ അതിനുള്ളതുകൊണ്ട് ഏതെങ്കിലും മെത്തേഡിൽ എഴുതിയാലും മാർക്ക് കൊടുക്കും. പിന്നെ 18ാമത്തെ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, അത് പ്രത്യേകിച്ച് അവിടെ ഫോർമുല ഒക്കെ എഴുതിയാൽ അവിടെ മാർക്കുണ്ട്. സമ്മിന്റെ ഫോർമുലയും ടേമിന്റെ ഫോർമുലയൊക്കെ നമുക്ക് എഴുതിയാൽ അവിടെ ഒരു മാർക്കുണ്ട് കേട്ടോ. a raised to n - 1 ടേമിന്റെ ഫോർമുല, അത് സമ്മിന്റെ ഫോർമുല ഒക്കെ എഴുതി നമുക്ക് അരമാർക്ക് ഇങ്ങനെ തരുന്നുണ്ട് കേട്ടോ. പിന്നെ 19ാമത്തെ ക്വസ്റ്റ്യന് പ്രോഡക്റ്റ് റൂൾ ചെയ്യേണ്ടതായിരുന്നു, അതിന് പ്രത്യേകിച്ച് പ്രോഡക്റ്റ് റൂൾ എഴുതി കഴിഞ്ഞാൽ തന്നെ അരമാർക്ക് തരും. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ കോഷൻ റൂൾ ആയിരുന്നു, അതെല്ലാവരും കണ്ടാലറിയും കോഷൻ റൂൾ ആണ്, അതും പിന്നെ കിട്ടി. പിന്നെ അടുത്തത് എന്തുവാ, ഫസ്റ്റ് പ്രിൻസിപ്പിൾ ഒക്കെ ഞാൻ പറഞ്ഞു, ഫോർമുല എഴുതി കഴിഞ്ഞാൽ തന്നെ 1 മാർക്കാണ്. ലിമിറ്റ് x → 0 f of x plus h minus f of x whole divided by h, 1 മാർക്ക് എന്തുവാണ്, ഡയറക്റ്റ് അത് കിട്ടുകയാണ് കേട്ടോ. അങ്ങനെ പ്രോഡക്റ്റ് എല്ലാം കേട്ടോ, പ്രോഡക്റ്റ് റൂൾ എഴുതിയാൽ 1 മാർക്ക്, കോഷൻ റൂൾ എഴുതിയാൽ 1 മാർക്ക്, d/dx of x = 1 എന്ന് മാത്രമേ എഴുതി, നമുക്ക് x ന്റെ ഡെറിവേറ്റീവ് 1 ആണെന്ന് അറിയാം, അത് ചുമ്മാ ഡെറിവേറ്റീവ് ഓഫ് x = 1 എന്ന് എഴുതിയാൽ 1 മാർക്കാ. നോക്കി, ഇതൊക്കെ പലർക്കും അറിയാമായിരുന്നു, പക്ഷെ ഇതൊക്കെ എഴുതണമായിരുന്നു അറിയത്തില്ലായിരുന്നു. അങ്ങനെ നമുക്ക് ഒത്തിരി മിസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ അതിനെക്കുറിച്ച് വിഷമമാണ്. ഞാൻ പറഞ്ഞു 18 മാർക്കോളം വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്, ഒരുവിധം ഫ്രീ എന്ന് തന്നെ പറയാം.
പിന്നെ ഡയറക്റ്റ് ആയിരുന്നു 20ാമത്തെ ക്വസ്റ്റ്യൻ. അവിടെ ഒന്നുമില്ല, മാറ്റമൊന്നുമില്ല, കുഴപ്പമൊന്നും ഇല്ലാതെ അത് ഫുൾ മാർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ കുറച്ച് കുട്ടികൾക്കൊക്കെ ഒരു ആശ്വാസമുണ്ട്, ഞാൻ പലയിടത്തും ഫോർമുലാസ് എഴുതിയിട്ടുണ്ട്. പിന്നെ ചില കുട്ടികൾക്ക് വിഷമമുണ്ട്, എന്തുകൊണ്ടാണ് എനിക്കറിയാവുന്ന ഫോർമുല ഞാൻ എഴുതാൻ പറ്റിയില്ലല്ലോ എന്നുള്ളത് അല്ലേ. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക. മാക്സിമം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, പിന്നെ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, +2 അടിപൊളിയാക്കണം. ഫുൾ മാർക്ക് +2 വേണ്ടത്. അപ്പൊ എല്ലാവർക്കും വിശേഷസ്. ഗുഡ് ബൈ.